ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് അവർ കംപ്ലീറ്റ് പേയ്മെൻറ്റ് നടത്താത്തപ്പം അതിന് പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ്. ദ എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ ഓൺ കോൾ ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 രൂപയുടെ അലോട്ട്മെൻറ്റ് വിളിച്ചു. അതിൽ ഒരു ഷെയർ ഹോൾഡർ 5 രൂപയെ പേ ചെയ്തിട്ടുള്ളൂ. 5 റുപ്പീസും കൂടെ പേ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു 5 റുപ്പീസിനെ പറയുന്ന പേരാണെന്ത്? കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻ കോൾസ് ഇൻ അരിയേഴ്സ് 2 തരത്തിലുണ്ട്. വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ആൻഡ് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. അതിൽ വിത്തൗട്ട് ഓപ്പണിങ്ങിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് കാണിക്കില്ല. എത്രയാണോ നമുക്ക് കിട്ടിയത് ആ ഒരു പോർഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. സെക്കൻഡ് എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ കോൾസ് ഇൻ അരിയർ. അപ്പോൾ അവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റിൽ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന എൻട്രി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ ഫൈനൽ കോൾ. അതായത് നമ്മൾ എത്രയാണോ എമൗണ്ട് അൺപെയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എമൗണ്ട് ഡ്യൂ ആയിട്ടുള്ളത് അത് കാണിക്കുക. പേ ചെയ്യാത്ത പോർഷൻ കാണിക്കുക. എന്നിട്ട് അത് ഏതാണോ അത് ഷെയർ അലോട്ട്മെൻ്റ് ആണെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റ് ചെയ്ത എമൗണ്ട് കാണിക്കുക. ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ആണെങ്കിൽ അതിൽ വരുന്ന എമൗണ്ടും കാണിക്കുക. പിന്നെ അതിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെബിറ്റ് ചെയ്ത കോൾസ് ഇൻ അരിയറിനെ ക്രെഡിറ്റ് ചെയ്യണം, ബാങ്ക് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ റിസീവിങ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ആ ഒരു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് മെത്തേഡ്, അതായത് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു എമൗണ്ട് നമുക്കിങ്ങനെ അൺപെയ്ഡ് ആയിട്ട് കിടക്കണം. ഒരാൾ ഒരു സമയത്ത് പേ ചെയ്യേണ്ട എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു അൺപെയ്ഡ് പോർഷനിലേക്ക് പിന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അല്ല, ഒരു 50,000 അയാൾ ഒരു മാസം 1-ാം തീയതി പേ ചെയ്യേണ്ടതാണ്, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു 50,000-ൻ്റെ മുകളിൽ സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് പേ ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കമ്പനി ഡിസൈഡ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യാം. പക്ഷേ അതൊരു 10% പെർ ആനുവത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കാം. ഇൻട്രസ്റ്റ് റിസീവബിളിന് സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്താണ് ഡ്യൂ ആയിട്ടുള്ളത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കിട്ടാനുള്ളതാണ്, അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. പിന്നെ ബാങ്കിൽ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോൾസ് ഇൻ അഡ്വാൻസ്. നേരത്തെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മളൊരു 10 രൂപ അലോട്ട്മെൻറ്റ് വിളിച്ചു. അതിൽ ഒരു ഷെയർ ഹോൾഡർ 15 രൂപ പേ ചെയ്യണം. അപ്പോൾ ആ ഒരു കേസാണ് എന്ത്? കോൾസ് ഇൻ അഡ്വാൻസ്. കമ്പനിക്ക് അങ്ങനെയുള്ള കോൾസ് ഇൻ അഡ്വാൻസ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ആർട്ടിക്കിൾസ് പ്രകാരം അവരെ അതിന് ഓതറൈസ് ചെയ്തിട്ടുണ്ടാകും. കാരണം കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം അവർക്ക് അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുമ്പോഴുള്ള കമ്പനിയിൽ വരുന്ന ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എന്താ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ വെൻ എ ഷെയർ ഹോൾഡർ പേയ്സ് മോർ മണി ദാൻ കോൾഡ് അപ്പ്. കമ്പനി വിളിച്ചതിനേക്കാൾ കൂടുതൽ പേ ചെയ്യുന്ന അലോട്ട്മെൻറ്റോ കോൾ മണിയോ എന്താണെങ്കിലും കമ്പനി വിളിച്ചതിനേക്കാൾ കൂടുതൽ എക്സസ് പേ ചെയ്യുകയാണെങ്കിൽ ദി എക്സസ് മണി ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. A company can accept calls in advance only if it is authorized by its articles. ആർട്ടിക്കിൾസ് പ്രകാരം ഓതറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
സോ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാബിലിറ്റി ആണല്ലേ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ അത് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അതർ കറൻറ്റ് ലാബിലിറ്റീസിലാണ് കാണിക്കേണ്ടത്. എപ്പോൾ വരെ, അതായത് ഇപ്പോൾ കോൾ മണിയാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതെങ്കിൽ കോള് വിളിക്കുന്നത് വരെ. അപ്പോൾ കോള് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലാബിലിറ്റി അല്ല, കമ്പനിക്ക് ഡ്യൂ ആയ തന്നെ എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ കോള് വിളിക്കും എന്ത് ചെയ്യണം, കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ ക്ലോസ് ചെയ്യണം. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റ് ടു കോൾ അക്കൗണ്ട് നമ്മൾ കിട്ടുമ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ് ചെയ്തത്. ആ ക്രെഡിറ്റിലുള്ള കോൾസ് ഇൻ അഡ്വാൻസിന് ഡെബിറ്റ് ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യണം, അത് ഡ്യൂ ആവുന്ന സമയത്ത്. അപ്പോൾ അത് വിളിക്കുന്നില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ അതുവരെ അത് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് ലാബിലിറ്റീസിൽ കാണിക്കണം. പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്ന എമൗണ്ടിന് ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കും, അല്ലെ അവർക്ക് ഡ്യൂ അല്ലാത്തൊരു എമൗണ്ട് അവരെ കയ്യിൽ വെക്കുകയാണ്. അപ്പോൾ ആ വെക്കുന്ന എമൗണ്ടിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ അത് കമ്പനിയുടെ ആർട്ടിക്കിൾ പ്രകാരം, ഇനിയിപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിളിൽ ആ ഒരു ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാക്സിമം 12% പറയാനും 12%-ൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ എൻട്രി വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതിയിട്ട് ഈ ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എക്സാമ്പിൾ 8 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ജേർണൽ എൻട്രീസും വരുന്ന ഒരു പ്രോബ്ലമാണ്.